പ്രസിഡന്റ് സ്ഥാനം നൽകാൻ സന്നദ്ധരാകുന്നവർക്കൊപ്പം ചേരാനാണ് താൽപര്യമെന്ന് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രനായി വിജയിച്ച വിൻസെന്റ് മേക്കുന്നേൽ. രണ്ടു മുന്നണികളും സമീപിച്ചിട്ടുണ്ട്. ഒപ്പമുള്ളവരുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുമെന്നും വിൻസെന്റ് മേക്കുന്നേൽ വ്യക്തമാക്കി. രണ്ടു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ വിൻസെന്റ് മേക്കുന്നേലിന്റെ നിലപാട് നിർണായകമാണ്. പോത്താനിക്കാട് പഞ്ചായത്തിന്റെ 7ാം വാർഡിൽ 15 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്വതന്ത്രനായി മത്സരിച്ച വിൻസെന്റ് മേക്കുന്നേൽ 3 മുന്നണികളെയും പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ പഞ്ചായത്തിന്റെ ഭരണം ഏതു ദിശയിലേക്ക് തിരിയും എന്നതിന് ഉത്തരം നൽകേണ്ടത് വിൻസെന്റാണ്. LDF-നും UDF-നും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമാണുള്ളത്. LDF-ന് 7ഉം UDF-ന് 6ഉം അംഗങ്ങളാണുള്ളത്. വിൻസെന്റ് ഒപ്പം ചേർന്നാൽ LDF-ന് കേവല ഭൂരിപക്ഷമാകും. UDF-ലെത്തിയാൽ 2 മുന്നണികൾക്കും തുല്യനിലയാവുകയും പ്രസിഡന്റ് സ്ഥാനത്തിന് നറുക്കെടുപ്പ് അനിവാര്യമാവുകയും ചെയ്യും. പിന്തുണയ്ക്കായി 2 മുന്നണികളും സമീപിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വിൻസെന്റ് മേക്കുന്നേൽ പറഞ്ഞു. തീരുമാനമെടുത്തിട്ടില്ല. തന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുമായി ആലോചിച്ചാകും തീരുമാനം. താൻ UDF അനുഭാവിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൂർണ്ണമായ ഒരു പിന്തുണയാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ആഗ്രഹിച്ച പിന്തുണ എനിക്ക് ശരിക്കും ജനങ്ങൾ തന്നു. അങ്ങനെ എന്നെ തിരഞ്ഞെടുത്ത് 7ാം വാർഡിൻ്റെ മെമ്പറാക്കി. ഞാൻ സ്വതന്ത്രനായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ കൂടുതൽ ആഗ്രഹം. പിന്നെ ശരിക്കും കുറച്ച് ഞാനൊരു UDF മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരുന്നു. പക്ഷേ നമുക്ക് ഏത് പാർട്ടിയിൽ പോയാലും നല്ലതായ രീതിയിൽ പഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ച് പോകണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ്. ഇപ്പം എന്നെ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഞാനതിനകത്ത് ഏതാണ് വേണ്ടതെന്നുള്ളത് നോക്കിയ ശേഷം ഫൈനലൈസ് ചെയ്യണമെങ്കിൽ എന്നതിൽ ഒരാഴ്ച സമയമുണ്ട്. നമുക്ക് ആ ഒരാഴ്ചക്കുള്ളിൽ നമ്മളൊരു തീരുമാനം വ്യക്തമായിട്ട് എടുക്കും. ഇപ്പം നമ്മൾ ആ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരും വന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ ജയിപ്പിച്ചു വിട്ടതും എൻ്റെ കൂടെ രാപകലില്ലാതെ പണിയെടുത്തതുമായ ഒരു 5-6 വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ ഓരോ അഭിപ്രായം കൂടി തേടിയ ശേഷം മാത്രമാണ് നമുക്ക് അതിനകത്തൊരു വ്യക്തമായൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു വ്യക്തി തന്നെയല്ല, ഞാനൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ അനുവാദം കൂടി മേടിച്ചിട്ട് വേണം എനിക്ക് വ്യക്തമായിട്ട് തീരുമാനം എടുക്കുക. 5 വർഷവും പ്രസിഡന്റ് സ്ഥാനം എന്ന ഉപാധിയാണ് വിൻസെന്റ് മേക്കുന്നേൽ മുന്നണികൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. വിൻസെന്റ് മേക്കുന്നേലിന്റെ പിതാവ് MP എബ്രഹാം സ്വതന്ത്രനായി വിജയിച്ച് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുണ്ട്. ആ കസേരയിൽ ഇരിക്കണം എന്നാണ് തന്റെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് മത്സരിച്ചത്. എൻ്റെ ഫാദർ പോത്താനിക്കാട് പഞ്ചായത്തിലെ 7-8 വാർഡുകളിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വിജയിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. ആ ഫാദറിൻ്റെ ആ തുറയിൽ കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത്. എൻ്റെ വൈഫ് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. വീണ്ടും ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞ് കയറിയിരുത്തിയ പിന്നെയാണ് ഒരു 1 ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേണ്ടതിന് ശേഷം അതിനോട് നമ്മൾ വിട ചൊല്ലി നമ്മളിപ്പോൾ 10-15 വർഷമായിട്ട് വീട്ടിൽ കയറി വേറെ മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, ആ ഫാദർ ഇരുന്ന കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം എന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ മത്സര രംഗത്തേക്ക് വന്നത്. അപ്പോൾ ആ മത്സര രംഗത്ത് എന്നെ ആരാ കസേരയിൽ ഇരുത്തുന്നോ അവരുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. അത് എവിടെ വരുന്നോ ആ വരുന്നത് നോക്കി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. UDF നേതാക്കളുടെ തെറ്റായ നിലപാടാണ് പഞ്ചായത്തിൽ UDF പിന്നോക്കം പോകാൻ കാരണമായതെന്നും വിൻസെന്റ് മേക്കുന്നേൽ ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗിനെ പിണക്കിയത് വിനയായി. അവർക്ക് ഒരു സീറ്റ് നൽകുകയോ ചർച്ച നടത്തി അനുനയിപ്പിക്കുകയോ ചെയ്യേണ്ടിയിരുന്നു. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് UDF-നോട് സഹകരിച്ചിരുന്നില്ല. ലീഗിന് ശക്തിയുള്ള വാർഡുകളിലെ പരാജയമാണ് UDF-ന് തിരിച്ചടിയായത്. ഇപ്പോൾ മുസ്ലിം ലീഗിന് ശരിക്കും പറഞ്ഞാൽ പുളിന്താന ഭാഗത്ത് ഒരു സീറ്റ് ചോദിച്ചു. ആ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും സംസാരിച്ച് അവർ ഒന്നുമില്ല സെറ്റിൽമെൻറ്റിൽ എത്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു സീറ്റ് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ടാണെങ്കിൽ പോലും അവിടെ ഒരു സെറ്റിൽമെൻറ്റ് എത്തിയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ്സിന് ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി പോത്താനിക്കാട് പഞ്ചായത്ത് ഭരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം നശിപ്പിച്ച് കളയുമായിരുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ. ഇനിയും നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടി കശപിശ കൂടി പാർട്ടിയെ നശിപ്പിക്കാതെ ഇത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ എല്ലാ അണികൾക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. അണികൾ അതുപോലെ തന്നെ ശക്തരായിട്ട് നേതാക്കന്മാരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. പഞ്ചായത്തിൽ ഭരണത്തിലെത്താനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനം നൽകിയായാലും വിൻസെന്റ് മേക്കുന്നേലിനെ ഒപ്പം ചേർക്കാൻ LDF ആലോചിച്ചേക്കും. പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് അടുത്ത 5 വർഷം ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. സിനിമാ നിർമ്മാതാവും അഭിനേതാവുമാണ് വിൻസെന്റ് മേക്കുന്നേൽ.
റബ്ബർ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. GTV ന്യൂസ്, പോത്താനിക്കാട്.